മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തിയ കണ്ണപ്പ മുന്നേറുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ചിത്രമായ കണ്ണപ്പ. തിങ്കളാഴ്ച മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടിക്ക് മേലെ കളക്ഷനാണ് നേടിയത്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറിൽ 90,000-ലേറെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരനിരയുമായി എത്തിയിരിക്കുന്ന ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ചിത്രത്തിന്റേതായി നിരവധി വ്യാജ പ്രിന്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് വിഷ്ണു മഞ്ജു കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു. നമ്മുടെ മക്കളെ മോഷ്ടിക്കാൻ പഠിപ്പിക്കരുതെന്നും വ്യാജ പതിപ്പുകൾ കാണുന്നത് പ്രോത്സാഹിപ്പിക്കരുതെന്നും കുറിപ്പിൽ പറയുന്നു. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമായി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത്. ഒരു നിരീശ്വരവാദി ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത്. കാലാതീതമായ വിശ്വാസത്തിനും വീരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാലും വിഷ്ണു മഞ്ജുവും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത്. AV എന്റർടൈൻമെന്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. ഹോളിവുഡ് ഛായാഗ്രഹകൻ ഷെൽഡൻ ചാവുവാണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കെച്ചിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺസാൽവസ് ആണ്. കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 200 കോടി ബജറ്റിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. മോഹൻ ബാബു, ശരത് കുമാർ, കാജൽ അഗർവാൾ, മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. അർപ്പിത് രംഗ, ബ്രഹ്മാനന്ദൻ, ശിവബാലാജി, ബ്രഹ്മാജി, കൗശൽ മന്ദ, ദേവരാജ്, മുകേഷ് ഋഷി, രഘുബാബു, പ്രിറ്റി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.